ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്ന് ആദിമുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു ബളിശം ഗ്രസിക്കയാൽ. ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്ത് പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ. ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനൂനമാപത്തുകൾ. നല്ലതല്ലെന്നറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലും ഒന്നിങ്കൽ ഒരുത്തൻ അഭിരുചി. പൂർവജന്മാർജിത വാസനയാൽ അതിന് ആവതല്ലേതും അതിൻ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവന് ഉണ്ടോ ജഗത്തിങ്കൽ ആരാനും ഓർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നതീശ്വരകൽപ്പിതം ആർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ. നാനാ ജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവി ചേതസിനി ധരിച്ചിടുതെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ. എന്ത് അതോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ. വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായിതെന്ന് ആദരവോട് അരുൾ ചെയ്യ മഹാമുനി. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുകയെന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോട് സാദരം ചെന്ന അത്ഭുതങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യദണ്ഡകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ. ഫലം ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിത് എങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞിതു.
മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതും മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നു അരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് അത്തൽ തീർത്തിയിടുവനി ത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നോട് ശക്തിയോടും കൂടി രാമനായി വന്നതും. നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ, കോമളൻ മോഹിന്ദീവര ദളശ്യാമളൻ. മായ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാരാവടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ, മാനുഷാകാരനാം രാമനാകുന്നതും. താരക ബ്രഹ്മമെന്നത്ര ചൊല്ലുന്നതും. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജന മാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനം ആത്മനാ കണ്ടുകൊണ്ട് അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വകം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തിയെ. കുംഭകർണവധം. സോദരനേവം പറഞ്ഞതു കേട്ട അതിക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്ന അതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്ന ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ, നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നുത്തുംഗ ശൈലരാൽ ജാകാരമോടലറിക്കൊണ്ട് അതിദ്രുതം. 1000 കാലം ഇരുമ്പു കൊണ്ടുള്ളതൻ ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്ത് വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട്. വൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. യുദ്ധം രഘുത്തമൻ ചോദിച്ചളവ് അതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശൻ ഇവനാവതില്ലാർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്ന് ഇച്ഛയ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവദ്ഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു
ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പലകാലം ഊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും. നാരായണ പ്രിയൻ എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നത് കേട്ട് അഭിവാദ്യവും ചെയ്ത് അതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാനർ അരക്ഷണാൽ. മർക്കടരാജനത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിത് മാറിൽ തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തത് കൊണ്ട് അതിവിത്രസ്തനായി വീണു മോഹിച്ചത് അർക്കജൻ. അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളവങ്ങളും തൂകിനാൽ ആരാലസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞ് ഉൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ട് മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നാൻ അതിദ്രുതം. ക്രോധവും ഏറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ട് അതിസന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ. യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാനതു വീണും ഇന്ദ്രാദികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറി അടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ട് ഉത്തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുരിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോര്. അസ്ത്രമെയ്തു ഉത്തംഗമാൽ അംഗത്തെയും ഖണ്ഡിച്ചു വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞ് അബ്ധിയിൽ വീണിതു ദേഹവും അന്നേരം. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യകൾ യക്ഷഭുജംഗ ഖഗാപ്തസരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നഗതാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാൻ ചിൽപുരുഷം പുരുഷോത്തമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനം ഉൾപ്പല ശ്യാമളം കോമളം വാനതരുദ്ധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷം പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദതിരാമ രാമാത്മാ രാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. ശ്രീതാപദേ രാമരാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന
വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായ അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥനായി ചിത്കനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യവും പുരുഷപ്രകൃതി കാലാഖ്യനാൽ ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വദ്ബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിന് ഇപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോപമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായ ബലവശാൽ. ത്വൽകഥാപീയുഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപദേ. പാതിയും പോയിതു ഭൂഭാരം ഇന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര ജയിക്ക ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം. അതികായവധം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ച് ഖിന്നനായോരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ് ഉന്നതനായോരു അതികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ. 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാർ. ദുഃഖിപ്പതിനെന്തു കാരണം, ഞങ്ങൾ ചെന്ന് ഒക്കെ രിപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാം. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചെന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാൻ രഥന്മാര് ഇവരൻ വരും. പോർക്കു പുറപ്പെട്ടു ചെന്നത് കണ്ടളവ് പൂക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നത് കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശുകവിവരന്മാരെയും
നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ. വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായി ഒലിക്കുന്നതും. അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടിത്തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ട് അതിരൂക്ഷതയോടും അടുത്താൻ മരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ പങ്കം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഖവുമായി വന്നു ദേവേന്ദ്രപുത്രതനയനോടേറ്റിതു. വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസും അണഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാൻ അങ്കദൻ ദേവാദിദേവകളും പുകഴ്ത്തിനാൻ. അരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും തൃശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വൻ അന്നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും ഉന്മത്തനും മരിച്ചാർ കപിസത്തമന്മാരോടെതിർത്തത് സത്വരം. വിശ്വൈക വീരൻ അതികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയതേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച് അസ്ത്രജൻ അത്യർത്ഥമുക്തന ചിത്തനായി. യുദ്ധത്തിനായി ചെറുഞാണലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രൻ അടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളൊരു അതികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതു കൊണ്ടിവനേൽക്കയില്ലായുധം കർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്കനീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൽപദം ഉൾക്കാമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം. ഭൂമൗ പതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം. രാമാന്തികെ വെച്ചു കൈതൊഴുതിടിനാൻ രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാ വിധി എന്നലറി ദശകണ്ഠനും. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവർ. എന്തിനി നല്ലതു ശങ്കര ദൈവമേ. യുദ്ധം വിലപിച്ച നേരത്തു ചെന്ന ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിക ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതു ഉണ്ടക്കലും തീർത്തിങ്ങിരുന്നു അരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്ന് എന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കൊണ്ടിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭില പൂക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമ ആരംഭിച്ചിതന്നേരം. ശക്തിമാല്യാംബരഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരു ഉപദേശാന്വിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം.
ശസ്ത്രാസ്ത്രചാപ രഥാദികളോടും അന്തർധാന വിദ്യയും ലത്വ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായി ആശരൻ. പോർക്കളം പൂക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തടുത്തിടിനാർ. മേഘജാലം വർഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പാദാദി രഥികളും അന്ധകൻ തൻ പുരിയിൽ ചെന്നു പൂക്കവർക്ക് അന്തം വരുന്നത് കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തുമറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരമാർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു പിത്തരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധ നേറ്റു പുനർ 9 മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ച് ഇതവണ്ണമേറ്റു ഗന്ധമാനനൻ നെയ്യിലും. 9 നീലനും 30 5 ബാണങ്ങൾ ജാമ്പവാൻ നെയ്യിലും. 6 പനസനു 7 വിനതന് 6 സുശേഷനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്ക് 6 50 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധൂമ്രനും 10 8 പ്രമാദിക്കുമേറ്റിതു. 10 പുനർ 25 ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ട് ദതിമുഖൻ നെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയനും 5 ശരഭനും 3 1 4 സുമുഖനും. ദുർമുഖനേറ്റിതു 24 അമ്പ് സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 50 അഗ്നിവദനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കവികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലെ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോദനന്തരം. ആവതില്ലേതുമിതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യം അന്നേരം. വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കെ ഋഷാരാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതൻ ധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായിതു. ലോകവും കൗണപാതീശ ജയത്തിനാൽ ആകണ്ഡലാരിയും ശംഖനാദം ചെയ്തു. വേഗേന ലങ്കയിൽ പൂക്കിരുന്നിടിനാൻ ലേഖസമൂഹവും ആഴ്കി ഗദാശയ. ഔഷധാഹരണയാത്ര. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ. പോക്കുവൻ മേലിലാപത്തു ഞാനോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവർ ആരെ എന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളത് ഒരു സഹായത്തിനെന്ന് ആരായ വേണമെന്നോർത്തവനും തഥാ. ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരെന്നു നോക്കുവാൻ. ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാൻ പിന്നെയും. പാഥോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ, സത്യം അതേ പുനരെന്നതു കേട്ടവൻ. ചോദിച്ചിത് ആശരാധീശ്വരൻ തന്നോട്, ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി.
ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചതാശു വിഭീഷണനെന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും. രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ, ചോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ നുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയെ. പോകവേണം നീ ഹിമവാനെയും കടന്ന് ആകുലമറ്റു കൈലാസ ശൈലത്തോളം. കൈലാസ സന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിക നീ. 4 ദിവ്യൌഷധങ്ങൾ, അവറ്റിനു 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരിണി എന്ന ഒന്നടോ പിമ്പു സന്താനകരണി, 3-മതും നല്ല സുവർണകരണി, 4-മതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി. സഖേ, 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4നും വേദസ്വരൂപങ്ങളെന്നും അറിക നീ. വാരാന്യതിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാന്യതിയും കുലപർവ്വതങ്ങളും. ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോട് അലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞോരു ചാരവരന്മാർ നിശാചരാധീശനോട് ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്ന അളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ അർഘോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തോരു കാരണം, ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊല്ലുവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുട ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതൻ നന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ, നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പൂക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര, സാമമാമെന്നുടെ വാക്കുകൾ കേൾക്കണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം.
മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യഭക്തിയോടെ അർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേ ഏകാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതുല്യൻ മനുഷ്യാദി ജന്തുക്കളും ആദ്യങ്ങളും നിത്യാനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായി എന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനക അനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോകിത ശ്വേതകൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തത്വ മുഖ്യഗണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിത് അന്വകമായ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായോരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനായ ആത്മാവിധി ജ്ഞാത്വാ നിരസ്താശ്രയ ജിതാകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ ഭാവനേ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്തശുദ്ധ്യ സ്വബുദ്ധ്യ നിരന്തരം ഹൃൽപത്മകർണിക മധ്യേ സുവർണ പീഠോൽഫലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ലക്ഷ്മേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധരുധരം വീരാസനസ്ഥം വിശാലം വിലോചനം ഐരാവതീ തുല്യപീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാങ്കുലിയോരു രത്നാഞ്ജിത കുണ്ടലനൂപുരം ചാരു കടക കടിസൂത്ര കൗസുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദുസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിക്കും രാമ രാമ രാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞ് അതിഭക്ത സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം
രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞോരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധനാമ്രാക്ഷനായി വാളുമായി തദ്ഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമടോ. കാലനേമി ക്ഷണാദാചരുന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവം ഇതുകൊണ്ടു പിൻഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ അതെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശൻ ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായൂതനയനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെയൊരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെൻ മനോവിഭ്രമമല്ലല്ലി. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാ മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവ അനുഗ്രഹാൽ യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമം. രംഭാപന സഖർജൂരകേരാമ്രാതി സമ്പൂർണമത്യുച്ഛതോയവാഭിയൂതം. കാലനേമ്യത്രിയാമാചരനും തത്ര ശാലയിൽ അത്രിസദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിരി മമ നാമം പവനജന അഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്ന എൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവ വീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിൽ ഒരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം വെറുതുമേദാഹം അതുകൊണ്ടു പോരാ കമണ്ഡല സംസ്ഥിതമാം ജലം. വായുതനയനേവം ചെന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും ഹിത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു വാവീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോടു ചെന്നാളതു നേരം.
നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്ക് ഇന്നു വന്നു ശാപമോക്ഷം കവിവര. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും. ധന്യമാലീതി മേ നാമം മഹാമതേ, മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ, നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താപകമാർഗവിഘ്നം വരുത്തിയിടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവഭൂദേവാദി ഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞ് ഇനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യശ്വതങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശ അശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു, വാനരവീര കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൻ അവനോട് ചൊന്നാൻ അസുരനും, വന്നിടുവാനിത്ര വൈകിയതെന്തടോ. കാലം ഇനി കളയാതെ വരിക നീ, മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക, ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കവിവരൻ. ഒന്നടിച്ചാനതുകൊണ്ടവനും തഥാ ചെന്നു പൊക്കിയിടിനാൻ ധർമ്മരാജാലയം. ദിവ്യ ഔഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധവാസം വൃഷഭാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ച് ഏണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വെച്ച് ഇണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലാകിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്ന് അരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടൻ നക്തഞ്ചരേന്ദ്രിയനയോഗേന രാക്ഷസൻ. വാരാനിധിയിലിട്ടിടിനാരെന്നതും കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാദവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതരുതരെ. കൂപതടാകങ്ങൾ ഊർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ. വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാം അനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്നു തെരുതെര വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര കർമ്മ്യഗേഹങ്ങളും കാശീസ കാഞ്ചന രൂപ്യതാരും താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും അർജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചൊരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതെരച്ചാകയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവള്ളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാന അധഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട ദുരകങ്ങൾ നാദവും
സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു ചിന്തമുഴുത്ത ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കുംഭനും താനും പ്രജങ്കനും എത്രയും വമ്പുള്ള യുപാക്ഷണനും ശോണിതാക്ഷനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നളവിമ്പം കലർന്നടുത്താൻ കവിവീരരും. രാത്രിയിൽ ആർക്കങ്ങടുത്തു പൊരുതോരു രാത്രിഞ്ചരന്മാർ തരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാര അഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിപുക്കിതേറ്റ രക്ഷോഭണം. കമ്പനൻ വൻപോടടുത്താൻ അതുനേരം അമ്പുകൊണ്ടേറ്റം അകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദനപുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പെ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യുപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ. കൗണവന്മാർ മൂവരോടും പൊരുത് അതിക്ഷീണനായി വന്നിതു ബാലീതനയനും മൈന്ദനും ആശുവിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം. കൊന്നാൻ പ്രജങ്കനെ താരേയനും അത പിന്നെ അവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിതനേത്രനെയുമത മൈന്ദനും യുപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാറു ചാടി വീണ് ഉഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ. വാരാൻ നിധിയും കലക്കി മറിച്ച് അതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ.